ഹലോ ഗൈസ്. നേരത്തെ ഞാൻ ഇവനെ നോക്കി നടക്കുക. അപ്പൊ ഷാന് പറഞ്ഞു കലവറയെന്ന് ഇവന് പോരാൻ നേരം കിട്ടുന്നില്ല. ഒന്നാമത് ഗൈസ്, ഇവിടെ ഇന്നലെ വരെ പട്ടീനെ പോലെ പണിയെടുത്താ. അപ്പോ നമ്മളെ ചില ദേശ മക്കളൊക്കെ ഓരോന്ന് പറയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പോലും ഇന്ന് ഇതാ ഞങ്ങൾ മാത്രമല്ല എല്ലാവരും ഉണ്ട്, മക്കളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ കാണിക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ്, ആരെയും കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ ഒളിച്ചു നിന്നേക്കാം ഗൈസ് വീഡിയോ എടുക്കുന്നത്. ഒളിച്ചു നിന്നാ നല്ലട്ടോ. ഇനിയിപ്പോ നാളെ പറയണ്ട, ജസ്നയും അരുണും കൂടുതലുള്ള സ്ഥലത്ത് നിന്നും ഒളിച്ചു നിന്ന വീഡിയോ കാണാൻ ആൾക്കാരുണ്ട്. അതെന്താണെന്നറിയോ, അവിടെ ഫുള്ള് ആൾക്കാരാണ്. നിന്റെ കയ്യിൽ ഫോണൊന്ന് എനിക്ക് പിടിക്കാനാന്നില്ല, അത് വീഡിയോ നിർത്തേണ്ട സാഹചര്യം വന്നു. കാരണം അത് കുറെ ആൾക്കാർ വന്നതുകൊണ്ട് എന്താന്ന് വെച്ചാല്, ഒന്നാമത് ആടെ നിൽക്കണ്ട, ഇവിടെ നിന്നാ എല്ലാരും ചോദിക്കുന്നു. പിന്നെണ്ടല്ലോ ഇന്ന് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യില്ല. കാരണം പിന്നെ ഞാനും തിരക്കായി എന്നെ വിളിച്ച് വരണ്ട. അതെന്താന്ന് വെച്ചാല് ഞങ്ങള് ഇതിന്റെ ഉള്ളിൽ ഇന്നലെ ഒങ്ങാത്ത ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ ഗൈസ് വല്ല മൈൻഡ് ചെയ്യാൻ കാരണം അടക്ക ഒരു 2 മിനിറ്റെങ്കിലും പറയട്ടെ. കാരണം എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നേരം കിട്ടൂല ഗൈസ്. ഒന്ന് കാത്തിരിച്ചോ. അതെന്താ വെച്ചാല് തിരക്കാണ്, ഇതിനെ കൊണ്ടാന്ന് എനിക്കിന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കിടന്നുറങ്ങണം. നിനക്കോ? എനിക്കോ? എനിക്ക് ഇപ്പൊ തന്നെ പോയി കിടന്നുറങ്ങണം. ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. കാരണം അവിടെയൊക്കെ തിരക്കാണല്ലോ. അതാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നോ? കഴിച്ചില്ല. അപ്പൊ കാണാട്ടോ. നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി ഞങ്ങൾ എയർലൈൻ കൂടെ നിങ്ങളെ കാണിക്കുന്നില്ല. അല്ല, വീഡിയോ നിങ്ങളെ കാണിക്കാത്തത്. ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായി. ഇതാണ് അവസ്ഥ. 2-3 അറിയുന്ന ആൾക്കാർ വന്നിട്ട്, കാരണം അറിയുന്ന ആൾക്കാരാ. അപ്പോൾ ഇനിയിപ്പോൾ അവരെ കുറ്റങ്ങളും മറ്റേ കുമ്മായങ്ങളും മറ്റേ മറിച്ചൊക്കെ പറയാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതല്ലടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മാളത്തിന് വരിക ഓ പാമ്പ് അല്ല, മാളത്തിന് ആരൊക്കെ വരുന്നു. ഞാൻ ഇന്നേ രാവിലെ എണീറ്റ് പറയാനെ കുറച്ചൊന്ന് കിടന്നു. ഞാൻ വെറുതെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പം നിന്റെ മറ്റേ വെളുണ്ടല്ലോ, അമ്മച്ചിനെ കണ്ടു. കോഴിക്കോട് വന്നിട്ട് ഈ തിരക്കിന്റെ ഇടയിൽ ഞാൻ കോഴിക്കോടുണ്ട്, എന്നെ അടിക്കാൻ വന്ന ആരെങ്കിലും വരുമോ? ആരെയും വരുമോ? സ്ഥലം പറയാൻ പറയാം. ഇന്നല്ല നിന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, തല്ലാൻ വരുന്നോളിന്റെ വന്നോളി. ഏത് ഈ തിരക്കിലേക്ക് ഞങ്ങൾക്ക്. പിന്നെ മച്ചി, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങളൊക്കെ തല്ലാൻ വരുന്ന ആൾക്കാരോട് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് വരാൻ പറയലല്ല ചെയ്യാം. കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ട്. അതല്ല, നമ്മുടെ വീട്ടിലേക്ക് വരണം. അത്രക്ക് നിനക്ക് തല്ല് കിട്ടണമെന്ന് നിർബന്ധമുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് വാ, 1-2 അടി ഞങ്ങൾ അടിക്കാം. വണ്ടി വരുന്നുണ്ടല്ലേ? അപ്പൊ 1-2 അടി ഞങ്ങൾ തരാം. നമ്മുടെ വീട്ടിലേക്ക്. അതല്ല ഞാൻ പറയാൻ മറന്നുപോയി. അമ്മ നടന്നു പറയാ. അമ്മയ്ക്കുണ്ടല്ലോ മാളത്തുനിന്ന് ആരോ വരുന്നുണ്ടോ അല്ലെ? മാളത്തിന് അച്ഛൻ ഉണ്ടല്ലോ, ചത്തുപോയ അച്ഛൻ, അത് വരുന്നുണ്ടോ അല്ലെ? എന്തായാലും ഇവളെ കൂടെ ദൈവം ഉള്ളത് ഇന്ന് മനസ്സിലാക്കി. തുള്ളി മഴ പെയ്തിക്കില്ല, ഇനിയിപ്പോ പെയ്യുമെന്ന് അറിയില്ലട്ടോ. ആടെ എന്ത് വെയില, തലവേദന എടുക്ക്. സഞ്ജു പറയാണെങ്കിൽ ഞാൻ കാണിച്ചു കേട്ടോ, കണ്ടോ സഞ്ജു പറയാണ് വെയില് കൊള്ളല്ലമ്മ, തലവേദന എടുക്കും. നല്ല വെയിൽ, നല്ല വെയില. എന്താ മക്കളെ ഒടുക്കം വലുത് ചൂട്. ഞങ്ങളെ പാത്തൂനെ കാണിച്ചതാ. പാത്തുനെ കാണിക്കില്ലേ? പാത്തു കേട്ടോ. പർപ്പിൾ കളർ ഇട്ടാത്തോണ്ട് കുറച്ച് വിട്ടോ. തിരക്കാണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്നൊന്നും വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. നാളെ പോയില്ലാണ്ട് ഇപ്പോഴത്തെ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. പറ്റുന്നില്ല, അത്രമേൽ കൃഷ. എനിക്ക് സത്യം പറയാച്ചാൽ ശ്വാസം വിടുമ്പം വരെ എവിടെ നിൽക്കുമോ വേദന എന്ന്, അത്രമേൽ ഇന്നലെ നിൽക്കൽ തുടങ്ങിയതാ. ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഇങ്ങനെ നിന്നിട്ടുണ്ട്. അതിലേക്കപ്പുറം ഫസ്റ്റ് ടൈം ഇങ്ങനെ നിൽക്കുന്നത്. എത്താത്ത പറഞ്ഞ് വൈകുന്നേരം വരെ ഇങ്ങനെ നിൽക്കണം. ഞാൻ മെല്ലെ കോസ്റ്റ്യൂമൊക്കെ മാറാൻ പോവുക. എനിക്ക് പറ്റൂല, അമ്മാതിരി ചൂടായിട്ട്. അതാണ് അവസ്ഥ.
കേറി അമ്മായിയേ കേറി മുനീറത്ത. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യണേ. എല്ലാവരോടും ബൈ ബൈ ബൈ.